ഹലോ മച്ചന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം നേഴ്സ് ബ്രോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ യു എയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ, അതായത് മുമ്പ് നാട്ടിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ എങ്ങനെ യു എയിൽ എത്തിപ്പെട്ടെന്നും ഇവിടെ എങ്ങനെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ടുള്ള ജോലിക്ക് കയറി എന്നുള്ളതും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് ആൾക്കാർ അബ്രോഡിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കഴിയുന്നവരല്ലേ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കിതിൻ്റെ പ്രോസസ്സിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും അതുപോലെ വേണ്ടത്ര പ്രചോദനം ഇല്ലാത്തതുകൊണ്ടാണ് അവരവിടെ സ്റ്റെക്കായി കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. മച്ചാമാരെ, ഞാൻ എൻ്റെ നേഴ്സിംഗ് ഡിഗ്രി പഠിച്ചിട്ടുണ്ടായിരുന്നത് കർണാടകയിലെ മാംഗ്ലൂരിലത്തെ ശ്രീദേവി കോളേജ് ഓഫ് നേഴ്സിംഗ് എന്നായിരുന്നു. അപ്പോൾ നമ്മുടെ 4 വർഷത്തെ ആ ഡിഗ്രി കോഴ്സിന് ശേഷം നമ്മൾക്ക് യു എയിലേക്ക് വരണമെങ്കിൽ ആക്ച്വലി 2 ഇയർ എക്സ്പീരിയൻസ് വേണമായിരുന്നു. അപ്പം നമ്മുടെ കർണാടകയിൽ തന്നെ, അതായത് മംഗലാപുരത്ത് തന്നെയുള്ള ഒരു ഡിസ്ട്രിക്ട് വെൻലോ ഹോസ്പിറ്റൽ, അവിടുത്തെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഒരു 2 ഇയറോളം നമ്മൾ അവിടുന്ന് എക്സ്പീരിയൻസ് എടുക്കുമായിരുന്നു. ആ എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളുടെ 2 ഇയർ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ വിദേശത്ത് പോകുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. എന്നാലും നമ്മൾക്ക് ആക്ച്വലി ഡൗട്ടായിരുന്നു ഏത് കൺട്രി വേണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഓൾറെഡി യു എയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ DH എക്സാം എഴുതി, എന്നിട്ട് ഇവിടെ വാ, നമുക്ക് ഇവിടെ ജോബ് നോക്കാമെന്ന്. അങ്ങനെ DH എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്ത് ഇരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ആപ്പൻ, അതായത് അച്ഛൻ്റെ അനിയനെ അറിയുന്നൊരു ഡോക്ടറുണ്ട് അബുദാബിയിൽ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾക്ക് അയാളൊന്ന് പോയി കാണാം, അയാൾ ഇപ്പോൾ ലീവിന് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാനും ആപ്പനും കൂടി ആ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഹാദ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട്, കാരണം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അബുദാബിയിലുണ്ട് എന്ന്. അങ്ങനെയാണ് ഞാൻ പിന്നെ DH വേണ്ട ഹാദ് എക്സാം എഴുതാം എന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം നമ്മൾ പിന്നെ ചേർത്തലയിൽ ഒരു ആൻ്റണീസ് അക്കാഡമി ഉണ്ട് നമ്മളുടെ ഈ ഇതിൻ്റെ പിന്നെ ഗൾഫ് കൺട്രിക്കുള്ള എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഒരു 12 ഡേയ്സത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് ജോയിൻ ചെയ്ത് അവിടെ നിന്ന് പഠിച്ചതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ടെസ്റ്റ് വരുന്നത്. നമ്മൾ ഡാറ്റ ഫ്ലോക്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്ക് കോവിഡ് വന്നു. അങ്ങനെ കോവിഡ് നമ്മൾക്ക് ഒരു 1 ഇയറോളം പണിയൊന്നും ഒരു കാര്യമില്ലാണ്ട് നമ്മൾ 1 ഇയർ നമ്മൾ വെറുതെ വീട്ടിലിരുന്നു. അങ്ങനെ കോവിഡിന് ശേഷം ആക്ച്വലി നമ്മൾക്ക് 2020 ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്ക് നമ്മളുടെ ഏജൻറ്റിൻ്റെ അടുക്കുന്ന മെസ്സേജ് വന്നു, നമ്മളുടെ ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനി എക്സാമിന് ഡേറ്റ് എടുക്കാം എന്നുള്ളൊരു മെസ്സേജ് വന്നായിരുന്നു. അങ്ങനെ 2021 ഫെബ്രുവരിയിലേക്ക് ഞാൻ എൻ്റെ എക്സാം ബുക്ക് ചെയ്തു. പക്ഷേ ഇതിനിടയിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അറ്റൻഡ് ചെയ്ത ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഫുള്ളായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പിന്നെ എറണാകുളത്തുള്ള ഒരു ജോമോൻസ് അക്കാദമി, അവിടുന്ന് നമ്മളുടെ ഒരു ഓൺലൈനായിട്ടുള്ള ക്വസ്റ്റ്യനെയറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ക്രാക്ക് ചെയ്തു. ഓൾമോസ്റ്റ് ഒരു 20-25 ഡേയ്സത്തെ ക്ലാസ്സിന് കയറിയിട്ട് നമ്മൾ പിന്നെ ഫെബ്രുവരിയിലേക്ക് എക്സാം ഡേറ്റ് എടുക്കുകയും അങ്ങനെ നമ്മൾ 2021 നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് ഹാദ് എക്സാം എഴുതുകയും ചെയ്തു. അപ്പോൾ ഈ ഹാദ് എക്സാം എഴുതിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഫുൾ ഹാപ്പിയായി. അപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് യു എയിൽ എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വിസയും ടിക്കറ്റൊക്കെ എടുത്തിട്ട് 2021 മാർച്ചിൽ തന്നെ നമ്മൾ യു എയിൽ എത്തിച്ചേർന്നു. ഞാനും എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി ദുബായിൽ, ഞാൻ നേരത്തെ പറഞ്ഞ് എൻ്റെ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ അടുത്തേക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് അബുദാബിയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കാരണം ഇവിടെ കോവിഡിൻ്റെ കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്ന് ഒരു 10-12 ദിവസത്തെ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് മൂവ് ചെയ്തത്. അബുദാബിയിലും നമ്മൾക്ക് വേറൊരു ഫ്രണ്ട് വഴി പരിചയപ്പെടുത്തി തന്ന കുറച്ച് ആൾക്കാരുടെ റൂമിലേക്കായിരുന്നു ഞങ്ങൾ പോയത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ വേക്കൻസീസിന് അപ്ലൈ ചെയ്ത് തുടങ്ങി. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് UAE ജോബിന് അലൈനിൽ ചെക്ക് റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലിൽ കയറി. അപ്പോൾ ഒരു 1-1.5 വർഷത്തോളം ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്തത്. അതൊരു റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്ലി 48 ഹവേഴ്സാണ് നമ്മളെ ഡ്യൂട്ടി ടൈം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 1.5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ അബുദാബിയിലേക്ക് മൂവ് ചെയ്യും. അവിടെ വേറൊരു ഹോസ്പിറ്റലും ഓൾമോസ്റ്റ് നമ്മളൊരു 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് വീണ്ടും അലൈനിൽ തന്നെയാണ്. എമിറേറ്റ്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് അലൈനിലൊരു അത്യാവശ്യം ഫേമസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാമാരെ,
ഇതാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു നേഴ്സിംഗ് ജേണി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളെ എങ്ങനെ ലൈസൻസിങ് എക്സാം എങ്ങനെ ചെയ്യണമെന്നും എന്നിട്ട് എങ്ങനെ ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.